CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കലയുടെ നിറച്ചാർത്തുമായി കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിനത്തിലെ മത്സരങ്ങൾ. വട്ടപ്പാട്ട്, ദഫ്മുട്ട്, അർബനമുട്ട്, കോൽക്കളി, ഒപ്പന തുടങ്ങിയ ഇനങ്ങൾ കാണികൾക്ക് വിരുന്നായി. പോയിന്റ് നിലയിൽ ബദനി സെന്റ് ജോൺസ് മുന്നിൽ. അക്കിക്കാവ് പന്നിത്തടം ബൈപ്പാസ് റോഡിൽ വീണ്ടും അപകടം. ചിറമനേങ്ങാട് കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വന്നൂർ പഞ്ചായത്ത് BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. BJP കുന്നംകുളം മണ്ഡലം ഓഫീസിൽ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് പ്രഖ്യാപനം നടത്തി. ഗുരുവായൂർ നഗരസഭയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 10ാം വാർഡിൽ നിലവിലെ കൌൺസിലർ KM മെഹ്റൂഫ്, 15-ൽ മുൻ കൌൺസിലർ റഷീദ് കുന്നിക്കൽ, 23-ൽ നൌഷാദ് അഹമ്മു എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. BJP വേലൂർ പഞ്ചായത്ത് 1ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഗുരുവായൂരിൽ വീടിനകത്ത് തെരുവുനായ കയറാതിരിക്കാനായി സ്ഥാപിച്ച വലയിൽ പാമ്പ് കുടുങ്ങി. തൈക്കാട് പണിക്ക വീട്ടിൽ ബഷീറിന്റെ വീടിന് പിറകിൽ സ്ഥാപിച്ച വലയിലാണ് അണലി കുടുങ്ങിയത്. സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി വല മുറിച്ച് പാമ്പിനെ രക്ഷപ്പെടുത്തി. ഗജവീരൻ വലിയപുരയ്ക്കൽ സൂര്യൻ ചെരിഞ്ഞു. 70 വയസ്സോളം പ്രായമുണ്ട്. കുന്നംകുളം കീഴൂർ വലിയപുരയ്ക്കൽ തറവാട്ടിലുണ്ടായിരുന്ന അവസാനത്തെ ആനയാണ് ചെരിഞ്ഞത്. ചൂണ്ടൽ സെന്റ് ജോസഫ്സ് ആശുപത്രിയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ശിശുദിനം പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു. എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ RP ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപകനായിരുന്ന RP മൊയ്തുട്ടി ഹാജിയുടെ 20ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ബ്രെയിൻസ് 2025 സംസ്ഥാനതല ക്വിസ് മത്സരം നടത്തി. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നവംബർ 17 തിങ്കളാഴ്ച ഗുരുവായൂരിൽ സാന്ത്വന സന്ധ്യ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി കടവല്ലൂർ പഞ്ചായത്ത് 15ാം വാർഡ് പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പൊട്ടിയ കുടിവെള്ള പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി മേഖലയിൽ ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. യുവജന കലാവേദി ജനകീയ വായനശാല കുട്ടഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ ഈ മനോഹര തീരത്ത് എന്ന പേരിൽ വയലാർ അനുസ്മരണം നടത്തി. അക്കിക്കാവ് മാർ ഒസ്താത്തിയൂസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിലെ 2024-26 വർഷത്തെ ബാച്ചിന്റെ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.